രാത്രി VC-യിൽ ചെയ്യാം. ഞാൻ ശനിയാഴ്ച പോയിട്ട് ശനിയാഴ്ച പോയിട്ട് സാധനം മേടിക്കുന്നത്. അപ്പൊ ഞാൻ ഫൈനലൈസ് എഴുതി വെക്കട്ടെ, മറന്നുപോലെ ഈശ്വരൻ, ഞാൻ മറന്നുപോലെ ഇത്. എനിക്കൊരു 4050 ലാപ്ടോപ്പ് എന്ന് ചോക്ലേറ്റ് മിക്സ് ഹാൻഡ് വാഷ് ബദാം പിന്നെ എനിക്ക് ടാങ്ക് ഓറഞ്ചിന്റെ ടാങ്ക് പക്ഷെ ഗൾഫിൽ നിന്ന് വേറെ, അത് വേറെ ടേസ്റ്റാ. അല്ലല്ല, വേറെ അല്ല, സെയിം തന്നെ. ഒരു ടേസ്റ്റ് വ്യത്യാസം മുട്ടായി വേണം കേട്ടോ. ഒമാൻ ചിപ്സ് എനിക്ക് അറിഞ്ഞൂടാ, കഴിച്ചിട്ടില്ല. എനിക്കൊരു പെട്രോളാ. അവൻ മറ്റേ പെട്രോൾ ഉദ്ദേശിച്ച, മറ്റേ ഇത് നിസാൻ പെട്രോൾ കാർ. അവൻ മറ്റേ പെട്രോൾ ഉദ്ദേശിച്ച, അത് ഓടിച്ചിട്ട് വരെ അങ്ങോട്ട്. ചേച്ചി ഇങ്ങനെ ഓരോ ലിസ്റ്റ് കൊടുത്ത അവർക്കല്ലേ അറിയൂ അവിടെ എനിക്ക് കുക്കണ്ണനൊന്നും അങ്ങനെയൊന്നും അല്ല. പിന്നെ എന്റെ അവസ്ഥ മനസ്സിലാവുന്ന ഒരാളുണ്ട്. കുക്കണ്ണന്റെ അച്ഛൻ അങ്ങനെയാണെന്ന് പറയാനും ഞാൻ വിശ്വസിക്കാം. പക്ഷെ കുക്കണ്ണനൊന്നും അങ്ങനെയൊന്നും അല്ല. കുക്കണ്ണനൊക്കെ അവിടെ ലക്ഷറി ലൈഫാണ്. പിന്നെ ഉച്ചക്ക് കുബൂസ് അൽഫാമാണ് വെച്ച് ലക്ഷറി ലൈഫാണ് ഇത്. അതല്ലേ മെയിൻ. മാമി പറഞ്ഞ ലിപ്സ്റ്റിക് ഇട്ടാ ക്യാൻസർ വരുന്നു. ഞാൻ എപ്പോഴും ചാവണമെന്ന്. നമുക്ക് വീഡിയോ കാണാം, വീഡിയോ കാണാം. 5 കിലോ കുബൂസ് അയച്ചാൽ വേണമെങ്കിൽ അതൊരു ചെലവ് ഇവിടെ കിട്ടും. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ കാണുവാണേ. ഭയങ്കര സഡൻ ആയിട്ടുള്ള വ്ളോഗാണ്. എന്ന് വെച്ചാൽ ഒരു പ്ലാനും ഇല്ലാത്ത വ്ളോഗാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഒരു സിനിമ കാണാൻ പോവാണ്. ഞാൻ ഇനി ചാറ്റ് കുറച്ചേത്തേക്ക് നോക്കത്തില്ല. ഓക്കെ, പിന്നെ പത്തനംതിട്ടയിൽ ഓഫ് റോഡേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വാഗമൺ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് റോഡ് അടിക്കാൻ പോവാ. ഇതുവരെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാം. എനിക്ക് ആരും, ഞാൻ കൂട്ടത്തിൽ എല്ലാവരും ആദ്യമായിട്ട് പരിചയപ്പെടാൻ കാണാൻ പോവാ. എല്ലാവരും അവിടെ ശ്രദ്ധ വേണം പരിചയപ്പെടാൻ. അപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തരാൻ അങ്ങോട്ട് പോകാം. അപ്പം ഞാൻ ആദ്യമായിട്ട് അവരോട് മീറ്റ് ചെയ്യാൻ. നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ ഓഫ് റോഡ് ജീപ്പൊക്കെ ഇപ്പോൾ ഭയങ്കര ക്രേസ് ആയിരിക്കും. അപ്പോൾ ഓഫ് റോഡ് ഓടിക്കാൻ പോകാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറയാതിരിക്കാൻ വയ്യ എനിക്ക്. ഞാനത് കഴിഞ്ഞ എൻ്റെ വ്ളോഗിലും പറഞ്ഞായിരുന്നു. ഞാൻ രാവിലെ തന്നെ എൻ്റെ സൗണ്ട് പോയിരിക്കുക. ഞാൻ രാവിലെ തന്നെ കണ്ണനെ വിളിച്ച് എണീപ്പിച്ച് അവൻ്റെ അടുത്ത് റെഡിയാവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ ക്യാമറയും ബാക്കിയുള്ള സാധനമൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം എനിക്കിപ്പോൾ ഈ ഓഫ് റോഡ് ഇതൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് വണ്ടി എടുത്ത് ഓഫ് റോഡ് ഓടിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. ഞാനപ്പോൾ എല്ലാം ഒന്ന് ക്വിക്ക് ആയതുകൊണ്ട് പടപടോടേന്നായിരിക്കും എല്ലാം. അപ്പോൾ അവരെല്ലാം റാന്നിയിലാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് റാന്നി പോയി അവരെ മീറ്റ് ചെയ്യണം. 10-12 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നേരെ റാന്നിയിലാണ് ഫസ്റ്റ് മീറ്റിംഗ് പോയിന്റ്. സമയം 7 മണിയായി. എനിക്ക് ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് റാന്നിക്ക്. 8 മണിയാകുമ്പോഴത്തേക്കും റാന്നിയിലെത്തണം. റാന്നിയിലെത്തിയിട്ട് ഞാൻ ബാക്കി ഞാൻ കണ്ണനെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി സെറ്റാക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് പോണേ. അപ്പോൾ വൈഫും കുഞ്ഞുമൊക്കെ എറണാകുളത്തായതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഓഫ് റോഡ് ആയതുകൊണ്ട് ഞാൻ അവനെ പിന്നെ എടുത്ത് റിസ്ക് എടുക്കേണ്ടതെന്നുള്ള സഡൻ പ്ലാനാണ്. എന്നാലും നടക്കില്ല. അവനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇറങ്ങുവാണ്. നിങ്ങളെ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. പയ്യനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണ്ണീപ്പിച്ച്. ഇതാണ് കണ്ണൻ കേസ്. ഇതെൻ്റെ കസിനാ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ പല വീഡിയോസിലും പല ഇതിലും ഉണ്ട്. പയ്യൻ്റെ ബർത്ത്ഡേ നാളെ വൈകുന്നേരം തിരിച്ചെത്തിക്കാതൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ പോണത്. അപ്പോൾ വണ്ടി മഴയത്ത് ഇത് കൊണ്ടുവന്ന് ഒന്നാമത് നല്ല വൃത്തികേടായി കിടക്കുക. പറയാതിരിക്കാൻ വയ്യ. ആൻഡ് രാവിലെ ഞങ്ങളിപ്പോൾ ഇറങ്ങുമോ. ഞങ്ങൾക്ക് 1 മണിക്കൂറിൽ അവിടെ എത്തണം. ഇവിടെ
വീരുമോൻ ഇപ്പോൾ ഉണ്ട്. വീരുമോൻ ടാറ്റാ. മമ്മി അവിടെ രാവിലെ തൂത്ത് വരുമോ? മമ്മി ടാറ്റ, പോയിട്ട് വരാം. ഓക്കെ ബൈ. അപ്പോൾ കേസ് ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് വിടുക. ബാക്കി അവിടെ ചെന്നിട്ട് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ എത്രയും പെട്ടെന്ന് ഇതെല്ലാവരും ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് പോണേ. അപ്പോൾ അവിടെ എത്തണം. ബാക്കി അവിടെ ചെന്നിട്ട് സോ ഗൈസ്, അപ്പം നമ്മൾ ഓൾറെഡി ഇറങ്ങി. ഞങ്ങൾക്ക് ഇനി 1 മണിക്കൂറിൽ റാന്നി എത്തണം. റാന്നിയിൽ നിന്ന് നമ്മളെല്ലാവരും അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും മീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരുമിച്ചാണ് സ്പോട്ടിലോട്ട് പോകുന്നത്. വാഗമൺ എവിടെയോ 2 ട്രയൽസാണ് നമ്മളിന്ന് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, തോമാച്ചനൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണേ. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. എൻ്റെ സൗണ്ട് എല്ലാം മൊത്തത്തിൽ പോയിരിക്കട്ടെ. ഞാൻ സ്ട്രീമിങ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഗോകുവിൻ്റെ കൂടെ സിം റൈസിംഗ് ഒക്കെ കളിച്ച് അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയത്. സിമുലേറ്റർ ക്ലോസ് ചെയ്യുന്നു, നേരെ റിയൽ ലൈഫ് വണ്ടി ഡ്രിഫ്റ്റ് അടിക്കാൻ പോവാ. അപ്പം നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുക. അവിടെ ചെന്നിട്ട് എനിക്ക് ആരും അറിയത്തില്ല. ഞാൻ ആ കൂട്ടത്തിൽ എല്ലാവരും ആദ്യമായിട്ട് പരിചയപ്പെടാനും കാണാനും പോവുക. എനിക്ക് ഒരാളെ പോലും പരിചയമില്ല. എല്ലാവരും അവിടെ ചെന്നിട്ട് വേണം പരിചയപ്പെടാൻ. അപ്പം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. സോ ഗൈസ്, ഫൈനലി നമ്മളത് ഇവിടെ എത്തി. ഇവരെയൊക്കെ ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തുമോ? നിഖിൽ എന്നാണ് എൻ്റെ പേര്. നമ്മൾ PT ഓഫ് റൈഡേഴ്സിൻ്റെ ഈ മന്തിലെ ഡ്രൈവ് നമ്മൾ ഇന്നാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫൺ ഡ്രൈവാണ്. ഒരു ജസ്റ്റ് നമ്മൾ ഏലപ്പാറ ലൊക്കേഷൻ വരെ ഒന്ന് പോയിട്ട് ചെറിയൊരു ട്രയൽ അടിച്ചിട്ട് തിരിച്ചു വരുന്നൊരു ഡ്രൈവാണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ അർജുൻ. പത്തനംതിട്ട ഓഫ് റോഡേഴ്സിൻ്റെ ഒരു അഡ്മിനിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ എല്ലാ മന്തും നമ്മൾ ഡ്രൈവ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ഈ മാസത്തെ ഡ്രൈവാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ഏകദേശം 2 വണ്ടിയും കൂടെ വരാനുണ്ട്. ആ വണ്ടിയും കൂടെ വന്നാൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ. ബാക്കിയെല്ലാം പോകുന്ന വഴിക്കണം. ബ്രോ ഹായ്, ഹലോ, സുഖമല്ലേ? സുഖം. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ലിയോൺ എന്നാണ് പേര്. ഞാൻ അവൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ വിളിച്ച് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. എൻ്റെ പേര് ദീപക്. ഞാൻ ഇവിടെ റാന്നി തന്നെയാണ് വീട്. ഞാൻ സലൂണ് നടത്തുകയാണ്. നിങ്ങളോട് പിടിച്ചോ. ഹലോ, എൻ്റെ പേര് അഭിനവ്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വണ്ടി. അതെ, നമ്മൾ പറയാമെന്നില്ല, ഇവൻ്റെ കൂടെ തന്നെ വരുന്നത്. ഞാൻ കായംകുളത്തുനിന്ന് വരുന്നത്. ഇതെൻ്റെ അനിയൻ. ഞങ്ങൾ ഒരു കോളേജായിരുന്നു. അല്ലല്ല, ഞങ്ങളല്ല ഈ വണ്ടി. ഇവരെയൊക്കെ ഞാനിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടത്. അതെ, നമ്മുടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു വണ്ടി, ഫജീറോ ഒരു വണ്ടി, അതിൻ്റെ അപ്പുറത്തൊരു പഴയ മഹീന്ദ്രയുടെ പഴയ ഒരു ജീപ്പ് കിടപ്പുണ്ട്. പിന്നെ അവിടെ ഒരു താറ്, പിന്നെ നമ്മുടെ വണ്ടി. അതിൻ്റെ ഇവിടെ ഒരു ഐറ്റം കിടക്കണം, ഒരു ഡൽഹി വണ്ടി, ഒരു എൻഡേവർ. എൻഡേവറിനകത്ത് 2 ഷിറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് ഞാനും ഒന്ന് വിങ്കിളായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓഫ് റോഡ് ട്രിപ്പ് പോവാം. ഞാനും എക്സൈറ്റഡാണ്. ഇപ്പോൾ ഒരു വണ്ടിയുടെ വരാണ്ട് വന്നിട്ട് നമുക്ക് ഇറങ്ങാം. സോ ഗൈസ്, നമ്മളപ്പം ഇവിടെ വന്ന് എല്ലാവരെയും പരിചയമൊക്കെ പെട്ടു. മെൻ ആർ സോ സിമ്പിൾ അല്ലേ? എന്ത് പെട്ടെന്ന്. ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു. ഞങ്ങൾ ചുമ്മാ കുറച്ച് പേര് സംസാരിച്ച് എല്ലാവരുമായിട്ട് കമ്പനിയായി. കൊള്ളാം. ഇതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ പോയി ഇന്ന് വൈകിട്ട് സ്റ്റീവും ബോബ്, നമ്മുടെ ആഷ് ബ്രൂട്ടിൽ അവരെല്ലാം വാഗമൺ വരും. അപ്പോൾ അവരോട് വരുവാണെങ്കിൽ അവർ വൈകുന്നേരം അവരോട് ജോയിൻ ചെയ്ത് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നപ്പോൾ ഒരു ദിവസം അവന്മാരുടെ കൂടെ സ്റ്റേ ഒക്കെ ചെയ്ത് അപ്പോൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. നല്ല ക്ലൈമറ്റ് ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നു. വലിയ ഓഫ് റോഡൊന്നും അല്ല കേസ്. ഇത് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഒരു വണ്ടിയുടെ വരാനുള്ളൂ. ഒരു വണ്ടിയുടെ എടുത്തിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ പറഞ്ഞു മിന്നിയൊക്കെ വന്നിട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പോകാൻ റെഡിയാവുന്നതേ ഉള്ളൂ. അതല്ലേലും അങ്ങനെയാണ്, എവിടെ ചെന്നാലും അങ്ങനെയാണല്ലോ. ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി സ്പോട്ടും കയറുന്നതും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ് ഹായ്. ഹലോ, ഹായ് ഹായ്. വേറെ ബ്രോ? അമൽ. ഹായ് ബ്രോ. ഞാൻ കുറച്ച് നേരമായി. ബ്രോ ആണ് ലേറ്റ് ആയല്ലേ? ഹായ് മച്ചാ. ഹായ്, ഹലോ ഹലോ. സുഖമല്ലേ? ഹായ് ഹായ്. സുഖമാണോ? ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് പരിപാടിയായിട്ട് ഇറങ്ങിയായിരുന്നു. ഹായ്, ശരി. ഹായ് ബ്രോ. ഹലോ, സുഖമല്ലേ? ബ്രോ ഹലോ ഹലോ. ഞങ്ങൾ വാഗമൺ. സോ നമ്മുടെ വണ്ടികളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. സോ ഗൈസ്, ഞങ്ങൾ മുളങ്കായോ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ മുണ്ടക്കയോ എടുത്ത്. അപ്പോൾ അവരെല്ലാം ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. ഒരു ചേട്ടൻ അവിടെ വെള്ളത്തിനകത്ത് മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുന്നു.
കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളി. ആൻഡ് എന്താ പറയുക, വേറെ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. എക്സോസ്റ്റൊന്നും ആയിട്ടിരിക്കുമല്ലായിരുന്നു, പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കൊള്ളാം, കുറച്ച് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വണ്ടികളെല്ലാം തുടങ്ങുന്നത്. വണ്ടികളെല്ലാം കാണിച്ചു തരാം. ഇവിടെ ഒരു എൻഡേവർ ഉണ്ട്, ഒരു പജീറോ ഉണ്ട്, അത് കഴിഞ്ഞാൽ അടുത്തത് ഒരു പജീറോ. ഇതിന് ബാക്കിലൊരു സാധനമുണ്ട് ഈ പജീറോടെ. എൻ്റെ പൊന്നോ, അടുത്തത് ഒരു മഹേന്ദ്ര പഴയ വണ്ടി. ഇത് അത്യാവശ്യം കിടിലമായിട്ട് ചെയ്തേക്കുന്നതാണോ, നല്ല രസമുണ്ട് ഈ വണ്ടി കാണാൻ. ഒരു വിൻറ്റേജ് സാധനം പോലെ കുറച്ച് വിഷയമാണ്. അതിന് അടുത്തത് ഒരു ജിമ്മി. ഹായ്, ഹലോ. പിന്നെ എൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ഇവിടെ യൂസൂസും ഉണ്ട്. ഇവിടെ കുറച്ച് വിഷയം ഒരു സാധനം കിടപ്പുണ്ട്. ഹായ്, ഹലോ. മറ്റേ ഏത് മോഡലാണ് വണ്ടി? 95. അയ്യോ, കിടില കേട്ടാ, നീറ്റ് സാധനം. ഇത് എത്ര അലവ ചെയ്തതാണ്? 8 രൂപ. വണ്ടിക്ക് എത്ര ഉണ്ട്? 2.5. അതുകൊണ്ടല്ലേ, അയ്യോ വളരെ സാധനം കിടപ്പുണ്ട്. ഹായ്, ഹലോ. ഇതും കൊള്ളാം. ഇത് ഏത് മോഡല്? 63. അയ്യോ അയ്യോ, സാധനം കണ്ട വിഷയം സാധനം, രക്ഷയില്ല, നീറ്റായിട്ടാണ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഒഫീഷ്യലി നമ്മുടെ ക്ലബിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകണം. ഇതാണ് നമ്മുടെ ക്ലബിൻ്റെ സ്റ്റിക്കർ, PTA ഓഫ് റോഡ്. പിന്നല്ല ഒട്ടിച്ചോ, ധൈര്യമായിട്ട് സൂക്ഷിക്കും. ഒട്ടിച്ചോ. താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, നമ്മൾ മെമ്പറായി കേട്ടാ. താങ്ക് യു സോ മച്ച് ബ്രോ. ഇവിടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, ക്ലൈമറ്റ് കിടിലായി. നമുക്ക് ഇവിടെ നിന്ന് ഒരാളെ ജോയിൻ ചെയ്യാനുണ്ട്, പുള്ളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ക്ലൈമറ്റ് ഇപ്പം തന്നെ കോടായി തുടങ്ങിയില്ല. കിട്ടിയാൽ മതിയായിരുന്നു, ക്ലൈമറ്റ് കിട്ടിയാൽ നമുക്ക് സെറ്റാണ്. കഴിയുമ്പോൾ നമ്മള് ഏകദേശം സ്പോട്ടിലോട്ട് എത്തി തുടങ്ങി. ഞാനിപ്പോ ഈ ഫോർത്തേക്ക് കളിക്കുന്നുണ്ടേ, ഓഫ് റോഡൊക്കെ അതിനകത്ത് പോണത് പോലത്തെ ഒരു ഫീല് പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അമ്മ എന്തോ ഇത്രയും വണ്ടികളും ലൈനപ്പും, ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയി, ഇത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഒറ്റയ്ക്ക് എത്ര ട്രിപ്പൊക്കെ പോയെന്ന് പറഞ്ഞാൽ ആരും വലിയ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഒന്നുണ്ടായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും ഇവരുടെയൊക്കെ കൂടെ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പോകാന്ന് പറഞ്ഞാൽ ഓഫ് റോഡൊക്കെ ഓടിച്ച് പോകാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ ഓഫ് റോഡ് കയറി തുടങ്ങിയില്ല, നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറി. ഇനി ഇവിടുന്ന് മേലോട്ട് എന്തോ ആണ് സ്പോട്ട്, അത്യാവശ്യം റഫ് റോഡാണ്. ഇവിടെ ടാർട്ടർ റോഡാണ്, കുറച്ച് മേളിലോട്ട് ഇനി കുറച്ച് നല്ല ടഫായിട്ടുള്ള റോഡാണെന്നാണ് പറഞ്ഞത്. ഇത്രയും വണ്ടി ലൈനപ്പൊക്കെ ആയിട്ട് പോകണ കാണുമ്പോൾ ആൾക്കാരൊക്കെ ഇത് തന്നെ നോക്കിയിരിക്കണം, എല്ലാവരും അത്ഭുതത്തോടെ നോക്കും. ഫ്രണ്ടിലൊരു നീറ്റ് സ്പെക്ക്, ഒരു ജിംനിയും കൂടെ, ജിംനിന്ന് ഈ ജിംനി അല്ല, ഫ്രണ്ടിലൊരു ജിംനി ഉണ്ട്. ഇതും നല്ല ഫ്രണ്ടിൽ കുറച്ചുകൂടി നീറ്റായിട്ടുള്ള ഒരു വണ്ടിയുണ്ട്, അതും അടിപൊളിയാണ്. ഈ കൂട്ടത്തിൽ നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ കുറച്ച് സ്റ്റോക്ക് എന്ന് പറയാൻ നമ്മുടെ അതിനകത്ത് അലോയ്സ് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. നമ്മൾ ഫോർസയിൽ കോൺവോ കളിക്കുന്നത് പോലെയാണ്. കോൺവോയിൽ 10-12 മെമ്പേഴ്സ് ഉള്ള പോലെ നമ്മൾ കുറേ പേരെ ആൾക്കാരൊക്കെ ആയിട്ട് പോണ ഒരു വൈബാണ്. എന്തായാലും നമ്മൾ മേലോട്ട് വന്നിട്ട് ബാക്കിയൊക്കെ കാണിച്ചു തരാം ഗൈസ്.
പത്തനംതിട്ട വരെ ഞാൻ എന്റെ വണ്ടി തരാന്നാ. വഴിയല്ലേ ഹായ് ഹായ് ഹായ്. ഇവര് വഴി വെട്ടി പോവാണോ? എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ഞാൻ 4K ഇടാത്തത്, ബിക്കോസ് ലൈവും എല്ലാം കൂടെ. മോനെ സോ ഗൈസ്, ഞാൻ ഈ ഫ്രണ്ട് നിങ്ങൾ കാണുന്ന വിഷയം ഇതിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണത്. എനിക്ക് സത്യം പറയാൻ ഒരു മറ്റേ നമ്മൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണൂലേ അതുപോലത്തെ ഒരു ഐറ്റം പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഫ്രണ്ടിലെ ഒരു വജീറോ കയറി പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഇത് കുറച്ച് നല്ല സ്റ്റീപ്പ് കയറ്റമാണ്, വേറെ ലെവൽ എക്സ്പീരിയൻസ്. ഗൈസ് താഴോട്ട് പൊക്കിയാണ്, ഭയങ്കര കുഴിയാണ് ഇവിടെ. എൻ്റെ അമ്മോ, ഇത് എൻ്റെ എക്സ്ട്രീം ഓഫ് റോഡ്, ആദ്യത്തെ എക്സ്ട്രീം ഓഫ് റോഡാണ്. ഇത്രയും വലിയ ഓഫ് റോഡ് ഞാൻ ആദ്യമായിട്ട് അടിക്കണത്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. വണ്ടി കയറുമ്പോൾ തന്നെ ഡൗട്ടാണ് എനിക്ക്. ഇപ്പം നമ്മൾ 4 ലെവലിൽ പൊക്കോണ്ടിരിക്കുക. അമ്മോ വിഷയം കേട്ടാ. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഓഫ് റോഡില്ലേ, ആ സാധനമാണ്. ദൈവമേ, ഓ ഇതൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രണ്ടിൽ അവർ ഇറങ്ങി എന്താന്ന് അറിഞ്ഞൂടാ. എങ്ങനെയുണ്ട് കാണാ? നമ്മള് ഈ വഴി വെട്ടി പോകുന്നത് ആക്ച്വലി ഭയങ്കര റിസ്ക് ഉള്ള കാര്യമല്ലേ? രണ്ട് സൈഡും മുട്ടം കാടാ എന്ന് വെച്ചാൽ അവിടോട്ടും ഡോർ തുറക്കാൻ പറ്റില്ല, ഇവിടോട്ടും ഡോർ തുറക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഈ വണ്ടി റിവേഴ്സ് എടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ജീവിതം കഴിഞ്ഞേട്ടാ ഇവിടെ. എന്തൊക്കെയോ ജീവികൾ വണ്ടിക്കകത്ത് കയറുന്നില്ല. തേനീച്ച വല്ലതും ആണോ, കുത്തിയിട്ട് പോകുമെന്ന് ഇറങ്ങി പോടേ. അതിന്റെ മുകളിൽ ഇരുന്ന് അത് തേനീച്ചയാണോ? അത് കണ്ണായിനെ ഒന്ന് ഓടിച്ചു വിടറാ, അതോടെ തേനീച്ചയാണോ? ഒന്നും ചെയ്യണ്ടറാ, പ്രകൃതിയല്ലേ, അവിടെ ഇരുന്നോട്ടെ. എനിക്ക് ഉറക്കമൊക്കെ വരുമായിരുന്നേ. ഇവിടോട്ട് അഡ്രലൈൻ കയറിയപ്പോഴത്തേക്കിന് എനിക്ക് ഉറക്കമൊക്കെ പോയാ. വണ്ടി മൂവ് ചെയ്തു, ഫ്രണ്ടിലത്തെ വണ്ടി മൂവ് ചെയ്തു. ഇതൊന്ന് ഇറങ്ങി പോയിരുന്നെങ്കിൽ ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൽ പോണ ചേട്ടന്മാരാണത്. ഈ മുള കണ്ട, ഈ ഫ്രണ്ടിലത്തെ മുള അടിച്ച് പൊട്ടിച്ചിട്ടാ ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റുന്നത്. അയ്യോ എന്റെ ക്യാമറ, എടാ ഇത് ക്യാമറ അടിച്ചിട്ട് പോടാ. അയ്യോ എന്റെ ക്യാമറ. എടാ ക്യാമറയിൽ എന്തോ കേറി.
അയ്യോ അയ്യോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഉള്ള വഴി കൂടെ പോകുന്ന വിചാരിച്ചു. ചേട്ടന്മാരുടെ കാല് ആ മുള വെട്ടാൻ വേണ്ടി എടുത്തപ്പോഴത്തേനും ആ ചേട്ടന്മാരുടെ കാല് ഫുള്ള് അട്ട ഒരു 10-20 അട്ടയൊക്കെ പുള്ളി. എനിക്കാണ് ഈ സാധനത്തിന് ഭയങ്കര ഇറിറ്റേഷനാ. എനിക്കെന്തോ പേടിയല്ല, എന്തോ മേലുരുക്കും ഇതിന് കാണുമ്പോഴേ. എനിക്ക് അറിഞ്ഞൂടാ എന്താ ഇത് വലിയ ഹാംഫുൾ അല്ല, എന്നാലും അതിരുന്ന് ഇങ്ങനെ ചോര പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. എനിക്കാണെങ്കിൽ വലിച്ചു പറിച്ച് കളയാൻ തോന്നുന്നു. വലിച്ചു പറിച്ചാൽ അവിടുത്തെ ഇതോടുകൂടെ പറഞ്ഞു വരും. ഞാൻ പോയിട്ടുള്ള ഓഫ് റോഡ് ഇങ്ങനെ അല്ല കേട്ടോ, ഇതാണ് ശരിക്കുള്ള ഓഫ് റോഡ്. ഇതാണ് ശരിക്കുള്ള സത്യം. കണ്ണനെ അട്ടയെല്ലാം കൂടെ എടുത്തിട്ട് പെരുമാറി കേട്ടാ. ഒയ്യോ, ആ ഫ്രണ്ടിലത്തെ പജീറ എന്ത് ലുക്ക് അല്ലേ കണ്ണാ. അതിന്റെ ബാക്ക് സൈഡിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഞാൻ നിങ്ങളെ മുമ്പ് കേൾപ്പിച്ചത്. സൗണ്ട് എത്ര ഇത് വലിയ ഹാർഡുള്ള ഇതല്ല. എന്നാലും ഒരു വഴി ഉണ്ടാക്കി പോകും. നമുക്ക് ഫ്രണ്ടിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതൊക്കെ എന്ത് റിസ്ക് ആണത്. റിസ്ക് ആണ്. അതാണ് ഈ ഒരു ലൈക്ക് ഈ ഓർഗുണ്ടല്ലോ, അവർ ഇതിൽ എക്സ്പീരിയൻസ്ഡാ. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന ഭയങ്കര റിസ്ക്കാ. അറിയാവുന്ന ഒരാൾ കൂടെ ഉള്ളപ്പോ അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഫ്രണ്ടിലത്തെ റോഡ് എങ്ങനെ മീൻസ് വഴി എങ്ങനെയാ നമുക്ക് അറിയില്ല. എന്തെങ്കിലും മറ്റേ വലിയ കുഴിയ അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ. എത്രത്തോളം കേൾക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന്റെ ബാക്ക് ഒരു ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നല്ലൊരു ഓഫ് റോഡ് വണ്ടിയാണ് ഫ്യൂച്ചറിൽ. നല്ലൊരു കിടിലൻ വണ്ടി. പണ്ടേ ഗെയിമിംഗ് റൂം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് എൻ്റെ ഗെയിമിംഗ് റൂമിന്റെ വീഡിയോയിൽ നീ കണ്ടിട്ടുണ്ടോ, ഏറ്റവും അവസാനം ഒരു ടോയ് കാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് റാംഗ്ലർ ആയിരുന്നു എൻ്റെ ഡ്രീം വണ്ടി ആ സമയത്ത്. പക്ഷെ ഞാൻ ദുബായി പോയി റാംഗ്ലർ ഓടിച്ച് എനിക്ക് ദുബായി പോയപ്പം എന്റെ ടേസ്റ്റുകൾ മാറി. പക്ഷെ റാംഗ്ലർ എനിക്ക് എടുക്കണമെന്നുണ്ട്. ഒരു റൂബിക്കോൺ എന്തെങ്കിലും എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എടുക്കാൻ പറ്റുന്നൊരു സമയമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇത് എങ്ങോട്ടാ ഇവര് കേറിപ്പോണേ? എൻ്റെ അമ്മു, ഇത് മലയുടെ മണ്ട കയറണം ഇവരൊക്കെ മറ്റേ പ്രാന്തന്മാരാ. എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നില്ല. കണ്ടിട്ട് തന്നെ പേടിയാണ് പോയി. ഇവിടെ ഓരോരുത്തരും ലോഞ്ചിന് റെഡിയായി നിൽക്കുക. നമുക്ക് ബ്രോ കണ്ടിട്ട് തന്നെ പേടിയാണ്. ഇത് എങ്ങനെ കേട്ടു ഞാൻ? എനിക്കിതൊക്കെ ഈ വണ്ടി ബാക്കിലോട്ട് പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തേരിന്നൊക്കെ എന്നോട് കേറ്റം കണ്ണാ. Let's fucking go, കണ്ണാ. എന്റെ അമ്മോ, എന്റെ പൊന്നോ, അടിയോ. ലെറ്റ്സ് ഗോ. എവിടെ വിഷയം. ഇപ്പൊ ഓടിച്ചു കയറ്റിയത് ഞാൻ. ഒരു ഡെമോ കാണിച്ചു തരാം നിങ്ങൾക്ക്. നീ വരുന്നുണ്ടാ? ജിമ്നിയൊക്കെ പുട്ടുപോലെ കയറി വരണ കേട്ടാ. എനിക്ക് ഇതൊക്കെ പതുക്കെ വന്നാൽ മതി, ഐഡിയയിൽ വന്നാൽ മതി. കാല് കൊടുക്കാൻ പറയാം. കാല് കൊടുത്തി തന്നെ അങ്ങോട്ട് പിടിക്കല്ലോ വണ്ടി.
എനിക്കിതൊക്കെ എന്തിനാ പോലെ എനിക്കിതൊക്കെ ഫ്രണ്ട് വീൽ ഇവിടെ കല്ലുണ്ട് അത് കേട്ടില്ല വണ്ടി പതുക്കെ വന്നാ വണ്ടി ഫുള്ള് കട്ടി ഇങ്ങോട്ട് കട്ടി ഒരു പൊടിക്ക് അങ്ങോട്ട് സ്റ്റിയറിംഗ് വെച്ചേ അത്രയും മതി അവിടെ കൊടുപ്പ് കൊടുത്ത് അവിടെ എനിക്ക് പറയാം നല്ലോണം റേസ് ചെയ്തിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാൻ എനിക്ക് എന്തോ പോലെയാണ് എനിക്ക് ഹൈറ്റ് വണ്ടി ബാക്കിലോട്ട് പോകുന്നത് ഇതൊക്കെ എനിക്ക് ഭയങ്കര എന്തോ പോലെ എനിക്ക് ഭയങ്കര സീനാ എനിക്ക് ഈ വണ്ടിയുടെ വണ്ടി ബാക്കിലോട്ട് പോകുന്നത് ആരെയൊക്കെ ഹൈറ്റ് കയറി നിൽക്കുന്നത് ഞാൻ ഹൈറ്റിൽ നിന്ന് താഴോട്ട് നോക്കുന്നു എനിക്ക് ഇതൊക്കെ ഭയങ്കര എന്തോ ഇതാ ഹൈറ്റ് എനിക്ക് എന്തോ ഒരു ട്രോമ പോലെ ആക്ച്വലി കുറച്ച് എനിക്ക് കുറച്ച് സീരിയസ് ആവട്ടെ ഇവരൊക്കെ പറയുന്നത് ഒരു സിമ്പിൾ ആവുന്നതാണ് അതായത് രണ്ട് ടയറും ഒരേപോലെ കോണ്ടാക്ട് നിന്ന് കഴിഞ്ഞാൽ മലയൊന്നും ഞാൻ പ്രിഫർ ചെയ്തില്ല സത്യം പറയാലോ ഞാൻ വല്ല ബീച്ചോ അപ്പം ഇതില് പേടിയാ ഭയങ്കര പേടിയാ ഇലക്ട്രോണിക് ലോക്കർ വരും ഫ്രണ്ടിൽ ബ്രേക്ക് ലോക്കറാ വരുന്നത് അപ്പൊ മാനുവൽ ലോക്കറും ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലോക്കറും ഇതിന്റെ RPM രണ്ട് ടയറിന്റെയും വേരി ചെയ്യുമ്പോൾ അതായത് ഇത്ര സ്പീഡിന് മുകളിൽ വേരിയേഷൻ വരുമ്പോൾ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഈ വണ്ടികൾക്കൊക്കെ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ത്രോട്ടിൽ റോൾ ഓഫ് ചെയ്ത് കൊടുക്കുക അതേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ ദ ടിപ്സ് ബ്രോ കുറെ നാളായോ ഓഫ് റോഡൊക്കെ പോകാനായിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഒരു 10 വർഷമായിട്ട് ഗൈസ് ഗെയിമറാണ് കേട്ടോ നമ്മുടെ ഇവിടെ നേരത്തെ വാലോറിൻ്റെ കളിച്ചോണ്ടിരുന്ന ആളാ പുള്ളിയുടെ വണ്ടി അത് പോകുന്നത് അടുത്ത വണ്ടിയും കയറി അങ്ങനെ പജീറയും കയറി വന്ന് സോ ഏകദേശം എല്ലാ വണ്ടികളും കയറിക്കൊണ്ടിരിക്കുക ഇവിടെ എൻ്റെ പൊന്ന് ഗൈസ് ഇത് ഓടിച്ച് കയറ്റിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ക്ലച്ചിൻ്റെ മണം ഇവിടെ വരെ ഉണ്ട് കേട്ടോ ഓ ഇതൊരു ഐറ്റം സാധനം കേട്ടോ കേസ് നമുക്ക് എൻ്റെ പൊന്നു എന്ത് രസമല്ലേ കിടക്കണ കാണാൻ നമുക്ക് പുള്ളി ചേട്ടന്മാരോടെ എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുത്ത് കയറ്റിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ ഇവിടാണല്ലേ ഞാൻ കയറ്റിയത് എൻ്റെ അമ്മോ കോൺഫിഡൻസ് കൊടുക്കുന്നത് കോൺഫിഡൻസ് എടുത്ത ആളെ കൊല്ല എന്നൊക്കെ പറയണേ എൻ്റെ അമ്മ വണ്ടി നിൽക്കണം നമുക്ക് വണ്ടി അവിടെ നിന്ന് കയറ്റുക പറയണത് മുട്ടൻ ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ബിഗിനർ എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ കയറ്റിക്കൊണ്ട് വരാൻ പറ്റിയതിൽ തന്നെ സന്തോഷം ആ വണ്ടി നല്ല സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പറ്റും 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 അല്ല സോ ഗൈസ് നിങ്ങൾ ഈ പീക്കിന്റെ വീഡിയോ കണ്ടില്ലേ ഞാനിപ്പോ നിൽക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ സന്തോഷം പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ ഗൈസ് ഞാൻ എന്ത് അടിപൊളിയായിട്ട് ഇത് എൻജോയ് ചെയ്യണമെന്ന് അറിയാമോ സത്യം പറയാലോ എൻ്റെ അമ്മ ഈ പീക്കിലൊക്കെ ഒരു ഭയങ്കര ബിഗിനറാണ് ഞാൻ ഓഫ് റോഡിൽ ഭയങ്കര ബിഗിനറാണ് ഞാൻ ഇത്രയും നാൾ വിചാരിച്ചത്
ഈ റോഡ് തന്നെ ഈ പൊളിഞ്ഞു കിടക്കുന്ന റോഡിൽ കൂടെ പോകണതാണ് ഓഫ് റോഡ് ഇവിടുത്തെ എന്നൊക്കെയാണ്. ഞാൻ പുറത്തൊക്കെ വീഡിയോസാണ് മെയിൻലി കണ്ടത്. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ട്രാക്ക് മറ്റേ ഈ ഓഫ് റോഡ് സെറ്റിലൊക്കെ ഉണ്ടാക്കിയ വണ്ടികളൊക്കെ. എൻ്റെ താർ ആക്ച്വലി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വീല് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. എനിക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്യണം എന്ന് അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉടനെ തന്നെ അത് ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസൊക്കെ വണ്ടിയിൽ ആഡ് ഓൺ ചെയ്യാനുള്ള സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. സോ ഇവിടെ ഓടിച്ച് കയറ്റിയപ്പോൾ എനിക്ക് കിട്ടിയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് നിങ്ങൾ ട്രൈ ചെയ്താലേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഇത്രയും ഞങ്ങളിവിടെ വന്നപ്പോൾ കറക്റ്റ് സമയത്ത് കോടയും മഞ്ഞും പകല. ഇപ്പൊ സമയം ഏകദേശം കറക്റ്റ് 1:37, ഉച്ചക്ക് 1:37 ഈ കോടയൊക്കെ ഇവിടെ ഉള്ളത്. കറക്റ്റ് നമ്മളെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു കോട പോയി. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിയിരിക്കും. ബട്ട് കിടിലം എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഇനി ഈ കയറി വന്ന പീക്ക് ഞങ്ങൾക്ക് അതേപോലെ തിരിച്ചിറങ്ങുന്നതും കുറച്ച് പാടുള്ള കാര്യമാണ്. സ്റ്റീവും അവരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വരുന്നുണ്ടെങ്കിൽ അവരോട് വന്നിട്ട് അവരുടെയൊക്കെ കൂടെ കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ വ്ളോഗ് എൻഡ് ചെയ്യണത്. ആൻഡ് ബാക്കി താഴോട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം. സോ വണ്ടികളെല്ലാം തിരിച്ചിറക്കേണ്ട സമയമായി. നമുക്ക് ഓരോരുത്തർ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ നമ്മുടെ വണ്ടി ഇറക്കണം. എനിക്ക് ആ വണ്ടി ഇങ്ങനെ ഭയങ്കര റഷ് ചെയ്യുമ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോഴാണ് ടെൻഷനാണ്. അത് കേൾക്കുമ്പോൾ പേടിയാവും. അടുത്ത എൻ്റെ ഊഴമാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വണ്ടി ഇറക്കാൻ ഇച്ചിരി പാടാ. ക്ലച്ച് ചവിട്ടല്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ക്ലച്ച് ചവിട്ടി ഇറക്കുകയോ ചെയ്യരുത്. പേടിയുണ്ട് ക്യാമറ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട്. കുറച്ച് ടാസ്ക് ആണ്, എന്നാലും കുഴപ്പമില്ല. വലിയ നല്ല സ്റ്റീപ്പാണ് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഫീൽ ആയി, നല്ല ഫീൽ ആയി. ഇപ്പം പയ്യെ ഇറക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. നമ്മൾ ഓഫ് റോഡ് വന്നപ്പോൾ നമ്മുടെ ഓഫ് റോഡിന് 3 പേരുണ്ടായിരുന്നു. ഹേ ഹലോ, ഹേ ഹായ്. ഇത് അമ്മയാണോ? ഇതാണോ അമ്മ? ഇത് അച്ഛൻ. ഓ ഇത് അച്ഛൻ ഇവിടെ ബാക്കിലുണ്ട്. ഓ ഹേ ഹലോ. ഒരു കുടുംബത്തോടെയാ വന്നത്. ഹേയ് ഹലോ, സുഖമല്ലേ? വരുമോ ചിക്കു? ചിക്കു ഒരു ഹൈഫൈ തരുമോ? ചിക്കു ഹൈഫൈ. ഹായ് ചിക്കു. ഫുഡ് കഴിക്കുവാണോ? വണ്ടിയിലൊക്കെ വരുമ്പോൾ കുഴപ്പമില്ല വരുന്നോളല്ലേ? ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? ആണല്ലേ? ഓ പാസ്പോർട്ടൊക്കെ ഉള്ള ആളാട്ടാ. അപ്പൊ എന്തായാലും കണ്ടത് സന്തോഷം. ഓക്കെ, താങ്ക് യു. സോ ഗൈസ്, ഞങ്ങള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഫ്രണ്ടിൽ എന്റെ പൊന്നോ, എന്തോ ഒരു എക്സ്പീരിയൻസ്. ഞാനിത് റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറയണേ ഗൈസ്. ഇത് വേറെ ലെവൽ ഫീലാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യല്ലോ. ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി സിമുലേറ്റർ ഗെയിംസ് ഒക്കെ ഒരുപാട് കളിച്ച് ഇതാക്കി ഓഫ് റോഡും ഇതൊക്കെ ഓടിക്കുന്നതുകൊണ്ട് അത് ഓടിക്കുമ്പോൾ തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ റിയൽ ലൈഫിൽ പോകണം. പക്ഷേ ഞാൻ പറയാലോ ഗൈസ്, താറിൻ്റെ പൊട്ടൻഷ്യൽ, ഇത് സ്റ്റോക്ക് വണ്ടിയാണ്. ലിറ്ററലി ഞാനിതിൻ്റെ ഇത് മാത്രമേ ഇത് ചെയ്തുള്ളൂ. എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന കാരണം കണ്ടോ, അത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡ്രമ്മും നല്ലൊരു വീലും ആണ് അതിലിട്ടേക്കുന്നത്. താറിൻ്റെ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രൈസിന് ഈ വണ്ടി കയറി പോവാത്ത സ്ഥലമൊന്നുമില്ല, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അത് താറ് എടുക്കാൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയണ കണ്ണും പൂട്ടി എടുത്തോളാനാണ്. ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക, തിരിച്ചു പോവാണ്. ഇത് ആക്ച്വലി കറക്റ്റ് സ്പോട്ട് എവിടെയാണെന്നുള്ളതൊക്കെ ഞാൻ മറ്റേ ബ്രോഡ് എടുത്ത് ചോദിച്ചിട്ട് പറയാം. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയത്തില്ല. ചുമ്മാ ഒരു പോസ്റ്റർ കണ്ടു, രാവിലെ ഇറങ്ങി വന്നു, അത്രേ ഉള്ളൂ. പറയാതിരിക്കാൻ വയ്യ. സോ പയ്യെ ക്രോൾ ചെയ്ത് പോവുക എന്നുള്ളൊരു സാധനം അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ല കേസ്. ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓടിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനത്തെ സ്പോട്ടിൽ ഇവിടെ വരികയെന്നേ പറയുള്ളൂ. നമുക്കങ്ങനെ വിട്ടു പോകാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്കും റോഡില്ല, ലിറ്ററലി റോഡില്ല. നിങ്ങൾക്ക് 2 POV മാറി കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. റോഡെന്ന് പറയുന്ന സാധനം ഇല്ല. അതിൻ്റെ അട്ടയുടെ ശല്യം നല്ലതുപോലെ ഉണ്ട്. സോ ഗൈസ്, നമ്മുടെ
ട്രിപ്പ് ഓർഗനൈസ് ചെയ്തതിൽ നമ്മുടെ അഡ്മിൻസ് ആയിട്ടുള്ള ഒരാൾ, 12 ഓഫ് റോഡേഴ്സിൻ്റെ അഡ്മിൻസ് ആയിട്ടുള്ള ഒരാളാണ് നിഖിൽ ചേട്ടൻ. നിഖിൽ ചേട്ടനാണ് ഇതെല്ലാം. ഞാൻ നിഖിൽ ചേട്ടൻ വഴിയാണ് കണക്ട് ആയത്. നിഖിൽ ചേട്ടാ, ഈ സ്ഥലത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് ഏത് സ്ഥലമാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി നമ്മുടെ എലപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്ന കൈലാസേരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. കൈലാസേരി ടെമ്പിളാണ് മുകളിൽ കാണുന്നത്, മുകളിലൊരു റോക്ക് കാണുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വഴിയാണ്. ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഒരു ഡെഡ് എൻഡ് ആണ്. നമ്മൾ ഏകദേശം ഒരു 10 വണ്ടിയോളം വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വന്നിട്ട് ഒരു റോക്ക് ഫുള്ള് ക്ലൈംബ് ചെയ്തു. ആ ക്ലൈംബ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റിട്ടേൺ വരികയാണ്. റിട്ടേൺ വന്നിട്ട് നമ്മൾ കൈലാസയുടെ അപ്പുറത്തെ ഒരു സൈഡിലൊരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് കയറി നമ്മൾ ഏലപ്പാറ ഇറങ്ങുകയാണ്. ഏലപ്പാറ ഇറങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്ലഷി ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് നേരം ചെളിക്കാതെ കളിച്ചിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ ഡ്രൈവ്. നമ്മളെ ഇതിനകത്ത് ഇത് 12 ഓഫ് റോഡേഴ്സ് ആണ്. ബാക്കി ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. നമ്മളിപ്പോൾ മെയിൻലി ഇപ്പോൾ PT ഓഫ് റോഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ടക്കാരാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് ചെയ്തത്. പക്ഷേ നമുക്ക് ഇന്നത്തെ ഡ്രൈവിൽ തന്നെ നമുക്ക് അങ്കമാലിയിൽ നിന്ന് വന്നവരുണ്ട്, എറണാകുളത്ത് നിന്ന് വന്നവരുണ്ട്, പല പല സ്ഥലത്തു നിന്ന് വന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണക്ഷനാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അതാണ്, ഈ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കണ്ട് പരിചയപ്പെടുകയാണെങ്കിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. അതാണ് ശരിക്കും എല്ലാം നമ്മളെ പരസ്പരം ഹെൽപ്പ് ചെയ്താലല്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സക്സസ് ആവാൻ പറ്റും. അയ്യോ, അവിടെ കയറാൻ ഞാൻ പോയിട്ടുള്ള ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതൊരു റോഡായിരിക്കും, മനസ്സിലാക്കുക. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങൾ പൂപ്പാറ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ക്രോളിങ്ങും ഈ പറഞ്ഞ റോക്ക് ക്ലൈംബിങ്ങും ഒക്കെ ഫസ്റ്റ് ടൈമാണ്. ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഇനിയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഡ്രൈവിലും വരുവാണെന്നല്ലോ ഇതിലും ടാസ്ക്കുള്ള ടെറൈൻസ് ആയിരിക്കും നമ്മൾ ഇനി പിടിക്കുന്നത്. ഇതൊക്കെ ഒരു അൺനോൺ പ്ലേസസ് ആണ്. നമ്മളിത് നേരത്തെ ബൈക്കിലൊക്കെ വന്ന് കണ്ടുപിടിച്ചിട്ടുള്ള, ഞങ്ങൾ ഇതെല്ലാം വന്നിട്ട് പോയിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ മാത്രമല്ല, ഇപ്പം അർജുനുണ്ട്, അമലുണ്ട്, പിന്നെ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളും കൊണ്ട്. ഞങ്ങൾ 4 അഡ്മിൻസാണ്. ഹരി പുറത്താണ്. കഴിഞ്ഞ മന്ത് വരെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ മാമലക്കണ്ടത്ത് നല്ലൊരു ഇവൻ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവന്മാർ രണ്ടും എന്നും ഇവിടെ ഉണ്ട്. അതിനകത്ത് ഏകദേശം നമുക്ക് ഈ ഒരു സൈഡിലത്തെ ട്രാക്കെല്ലാം നമ്മൾ അടിക്കുന്നവരാണ്. ഞാൻ അവിടെ സത്യം പറഞ്ഞ ചേട്ടാ, ആ ഫസ്റ്റ് അവിടെ നിങ്ങൾ ആ ഒരു സാധനം കയറിയപ്പോൾ ആ വണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര പേടിച്ച്. കയറിയില്ലെങ്കിൽ നമ്മൾ കയറ്റും, അതാണ് നമ്മൾ അതിനകത്ത് കോൺഫിഡൻസ് തരുന്നതാണ്. അത്ര ആ സ്ട്രഗിൾ കയറി ആ സ്ഥലം കയറുമെന്ന് വിചാരിച്ചു? ഇല്ലല്ലോ, എല്ലാ വണ്ടിയും കയറി, അതാണ് നമ്മള്. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ബാ, നമുക്ക് ഞാൻ മുന്നോട്ടുള്ള ഡ്രൈവിംഗ് കൂടെ നോക്കാം. അതിനെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു സോ മച്ച്. സോ ബ്രോ, താങ്ക് യു സോ മച്ച്. കയ്യിൽ കുറച്ച് വെള്ളമുണ്ട്. താങ്ക് യു സോ മച്ച് എല്ലാവരും. ബ്രോ താങ്ക് യു ബ്രോ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത പരിപാടികൾക്കൊക്കെ കാണാം. പരിപാടികൾ നമ്മുടെ പേജിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുറത്തുനിന്നുള്ളവർക്കാണെങ്കിലും വരാം, ജോയിൻ ചെയ്യാം. ജസ്റ്റ് ആ പേജിനകത്ത് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ ഡ്രൈവ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അതിനകത്ത് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ഡ്രൈവറെ കുറിച്ചുള്ള ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളും തരുന്നു. ഇവരിപ്പോൾ വേറൊരു റൈഡിലൂടെ പൊക്കോണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി എനിക്ക് നമ്മുടെ CEO അവരൊക്കെ വരുന്നുണ്ട്, ബോബൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവർ ആ വഴിക്ക് പോവാം. ടൈം കുറേ ആയി. അപ്പോൾ എനിക്ക് നേരെ തിരിച്ചു പോകണം. അപ്പോൾ അടുത്തോട്ട് ഞാൻ എല്ലാ സെഷനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ബ്രോ, ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഓഫ് റോഡ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ രണ്ടാമത്തെ സ്പോട്ടിൽ പോയില്ല, കാരണം സ്റ്റീവ്, ബോബ്, സ്നൈപ്പ്, ആഷ് അവരെല്ലാം വരുന്നുണ്ട്. അവർ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അവർ ഇവിടെ അടുത്തോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഒരു റിസോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇന്നൊരു ദിവസം ഒരുമിച്ച് അവരുടെയൊക്കെ കൂടെ നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുമായിട്ട്. പക്ഷേ രണ്ടാമത്തെ സ്പോട്ടിൽ പോകാൻ പറ്റിയില്ല. അവിടെ അവരെ കൊണ്ട് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, അവിടെ പോകാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ ലേറ്റ് ആകും. ഇപ്പോൾ തന്നെ 4:40 അപ്പോൾ ഞങ്ങൾക്ക് റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്യണം. അപ്പം ഞങ്ങൾ നേരെ റിസോർട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് റിസോർട്ടൊക്കെ കാണിക്കാം. കണ്ട എൻ്റെ അമ്മ, ഞങ്ങൾ റിസോർട്ടിലോട്ട് വന്നു. അവിടുന്ന് കുറച്ച് മാറിയാണ് റിസോർട്ടിലോട്ട് വരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് എൻ്റെ അമ്മ എന്ത് രസം അറിയാം. ക്ലൈമറ്റ് നോക്ക്, അവിടെ മുട്ട വെയിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒന്നും കാണുന്നില്ല, ഫുള്ള് കോടയായി. അതേപോലെ ആയി. കിട്ടിലോന്ന് പറഞ്ഞാൽ കിടില് കാണാൻ. എനിക്ക് എന്താ പറഞ്ഞൂടാ, ഇപ്പൊ ഈയിടെയായിട്ട് ഞാൻ എവിടെ പോയാലും എനിക്ക് നല്ല ക്ലൈമറ്റ് കിട്ടുന്നുണ്ട്. ഈ ക്ലൈമറ്റ് കിട്ടുന്നത് ഭയങ്കര ലക്കാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇല്ലാതെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
രക്ഷയില്ലടാ. വാഗമണ്ണിന്ന് കുറച്ച് ഉള്ളിലോട്ടാ. സ്പോട്ട് കണ്ട എന്റെ പൊന്നോ, കിടിലം വ്യൂ എന്നൊക്കെ പറഞ്ഞത്. അവിടെ ഫുള്ള് വെയിൽ. സമയം ഇപ്പൊ ഏകദേശം 5:21 എന്തോ ആയിട്ടേ ഉള്ളൂ. അതെ, അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കോട കാണാൻ പറ്റും. ഇടിമിന്നൽ കേട്ടോ, കിടിലം ഇൻഫിനിറ്റി പൂളും. ആഹാ, കാരണം നല്ല ആൽക്കഹോളിക് ക്ലൈമറ്റ് അല്ലേ. ബോബും സ്റ്റീവും ഒക്കെ വരുന്നുണ്ട്. അവരുടെ വണ്ടി എന്തായാലും ഇങ്ങോട്ട് വരത്തില്ല, ഭയങ്കര ടഫായിട്ടുള്ള റോഡായിരുന്നു. വണ്ടി കിടക്കണ കണ്ട. ഓഫ് റോഡ് കൊണ്ട് ഒരു പരുവമായി, മൊത്തത്തിൽ ചെളിയെല്ലാം ആയി. ഇനി കൊണ്ടുവന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ കെയർ ടേക്കർ ചേട്ടൻ. ഹലോ ചേട്ടാ, സുഖമല്ലേ? പേരെന്താ? സുജിത്ത്. ഇവിടെ തന്നെയാണോ സ്ഥലം? ആലപ്പുഴയിലല്ലേ? ഇവിടെ എത്ര നാളായി? 1 year ആണല്ലേ? ഇവിടെ എപ്പോഴും ഇപ്പൊ ക്ലൈമറ്റ് ഇങ്ങനെയാണോ? ആണല്ലേ? ആ, അതേ ഫുള്ള് കൂടെയായി പെട്ടെന്ന്. ഒരു 10 മിനിറ്റിൽ ഇവിടുത്തെ, ഞാൻ വന്നപ്പോ കാണിച്ചതും 10 മിനിറ്റിൽ ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയത് കണ്ട. 10 മിനിറ്റിലുള്ള ഡിഫറൻസ് ആണിത്. മഴയായി, കോടയായി. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല കേട്ടോ, കാണാൻ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല സ്പോട്ട്. അപ്പം ഞാൻ ഒരു നല്ല ഉറക്കമൊക്കെ കിടന്നുറങ്ങി. ഒരു ഏകദേശം 2-3 മണിക്കൂർ ഉറങ്ങി. അതിൽ കൂടുതലൊന്നും ഉറങ്ങിയില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങി. 3 മണിക്കൂർ ഉറങ്ങിയപ്പോഴത്തേക്കിനും അവന്മാരെല്ലാം വന്ന്, ബോബും സ്റ്റീവും എല്ലാം വന്നുകൊണ്ടിരിക്കുക. അവരുടെ വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. അപ്പം എനിക്ക് എന്തായാലും പിക്ക് ചെയ്യാൻ പോയേ പറ്റത്തുള്ളൂ. ഞാനും കണ്ണനും കൂടെ അവരെ ഒന്ന് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരാം. ഇനി വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുക അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. കാരണം അവർ ലൈറ്റായി പോയി. അവർക്ക് വേറൊരു പരിപാടിയിലായിരുന്നു. അപ്പോൾ അവരെ പോയി പിക്ക് ചെയ്യാൻ പോവാം. ഞാൻ അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി കണ്ടുമുട്ടി ഇവന്മാരെല്ലാം. വൈകിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. ഇപ്പം സമയം രാത്രി 10:30 എന്താടാ കേട്ടില്ല? റീസൺ പറഞ്ഞ കേൾക്കട്ടെ. മഴയും ഇടിയും പ്രതികൂല സാഹചര്യത്തിൽ നമുക്ക് വണ്ടി അഡ്വഞ്ചർ കയറി ഓരോരുത്തർ അടിച്ചു കയറ്റ. സ്ഥലം കണ്ടാ പോവേ. ഇങ്ങോട്ട് പോതെ. ഇവിടെ നോക്ക്, പൂള് നൈസാ. ഇവിടെ നമ്മൾ മാത്രം, വേറെ ആരും ഇല്ല. ഓ, പൂള് നോക്കട, എന്ത് രസമാടാ. മാലിനിയുടെ ജേഴ്സി ഇട്ടേക്കുന്നു ബോബ്. എന്നൊക്കെ എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ടൊക്കെ ഇതാക്കാം. ദോശയും ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ടുണ്ട്. ദോശയാണ്, പൊറോട്ട ഇല്ലായിരുന്നു. ചുട്ട ദോശയാണ്. അപ്പൊ വായി വെക്കാൻ കൊള്ളൂല. അപ്പൊ എങ്ങനെയാ കഴിക്കാം? എന്താണ് കഴിക്കാൻ? ദോശയും ചിക്കൻ ഫ്രൈ, പിന്നെ ബീഫ് പത്തിരി ഉണ്ടോ? പത്തിരി ഉണ്ടോ? എനിക്ക് പത്തിരി മതി. ദോശ കഴിക്കാനുള്ള ഒരു മൂടില്ല. സോ ഗൈസ്, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ രാവിലെ എണ്ണീറ്റ് കാണാല്ലേ, അതായിരിക്കും നല്ലത്. ഓക്കെ, ശരി. ഗൈസ്, അപ്പൊ അതവനെ ഏറ്റിട്ടുണ്ട്. അവൻ രാവിലത്തെ വിഷലൊക്കെ കാണിച്ചു തരും. ഓക്കെ, രാവിലെ പൊളി കേട്ടോ കാണാൻ. നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരിക്കലും അറിഞ്ഞൂടാത്ത ഇത് എങ്ങോട്ടാണ് പോണേ? നമ്മൾ ട്രക്ക് ചെയ്യില്ലെന്ന് പറയരുത്. ഇത് അവിടെയാണ് നമ്മുടെ സ്റ്റേ. താഴോട്ട് കൊക്കെയാണ് സത്യം പറഞ്ഞ. ഇതാണ് ഞങ്ങളുടെ റിസോർട്ട്, ഞങ്ങളുടെ നിൽക്കുന്ന സ്റ്റേയുടെ. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച മലയിൽ നിന്നുള്ള നമ്മുടെ സ്റ്റേയോട്ടുള്ള വ്യൂ. ഫൈനലി ഞങ്ങൾ ആ വഴി നടന്ന് ഒരു സ്പോട്ടിലെത്തി. എൻ്റെ മോനെ, ഇത് കേരള സൈഡാണ് കേട്ടോ. ഇത് കേരളം. ഇതിൻ്റെ അപ്പുറത്താണ് തമിഴ്നാടെന്ന് തോന്നുന്നു. ഞങ്ങളൊരു ചെറിയ നടത്തേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടും ഇവിടെ നിന്നുള്ള ഒരാൾ പോലും ജീവൻ വെച്ചിട്ടില്ല. അണ്ണന്തേ കിടക്കുന്നു. ഇവിടെ അവന്മാരാ സ്റ്റീവൊക്കെ മരിച്ചു കിടക്കണല്ലോ എല്ലാരും. 2-3 മണി ഉറങ്ങിയപ്പോ. പൊളിച്ചാടാം. നമുക്ക് പൊളിച്ചാടുന്നതിന് മുന്നേ നമ്മുടെ സ്റ്റീവ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു മച്ചു ഇന്നലത്തെ ഉറക്കം? വെളിച്ചം വന്നു. സമാധാനമുണ്ട്, സമാധാനം. സൗണ്ട് പൊല്യൂഷൻ 0. എനിക്ക് ചീവിടിൻ്റെ അല്ലാണ്ട് വേറെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പൂളിലോട്ട് ചാടാം. അങ്ങനെ ഫൈനലി പൂളിലിറങ്ങി. ഇവിടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന്, ആ തണുപ്പൊക്കെ ഒന്ന് മാറി വന്നതാണ്. പക്ഷെ പൂളിലിറങ്ങിയപ്പോൾ ബാലൻസ്ഡ് ആയി. അയ്യോ, കൊള്ളാൻ, സമാധാനമുണ്ട്. ഞങ്ങൾ പൂളിൽ
വെള്ളമൊക്കെ കുളിച്ച് ഞാൻ കണ്ണിന് കുളിച്ച് ബാക്കിയുള്ളവന്മാർ ചാടാൻ പോവാം. അന്ന് ഇതൊരു കഴിച്ചിട്ടില്ല. നമുക്കായിരിക്കാം ആളിപ്പോഴും എണീറ്റില്ല. ഉച്ചയായി ചോറ് കഴിക്കുന്നു. ആളെണീറ്റില്ല. ബോയ്സ് എല്ലാരും കുളിക്കാൻ ഇറങ്ങിയതാ. അണ്ണൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചില ഉറക്കമാണ്. ഇപ്പൊ എല്ലാവർക്കും ഹലോ. ഞാൻ ഉറങ്ങിപ്പോയി. ഇവന്മാരാണ് ഇത്ര നേരം വ്ളോഗ് ചെയ്തോണ്ടിരുന്നത്. നീ ഉണ്ടായിരുന്നോ വ്ളോഗില്? നീ ഉറക്കായിരുന്നല്ലേ? അപ്പൊ വ്ളോഗ് ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് രാവിലെ ഞാൻ എണ്ണീറ്റപ്പോ ഉച്ച 1 മണിയായി. 1 മണിക്ക് എണ്ണീറ്റപ്പോ ഇവിടെ നട്ടുച്ച വെയിലായി ബാക്കി കോളേജിൽ പോയി. ഇനി വേർന്ന് ഓടിച്ചാടാൻ വയ്യ. ഇവന്മാർക്ക് റോഡില്ല വ്ളോഗിനകത്ത്. ഇച്ചിരിയോ വേണം. വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 5 മണി തൊട്ട് ഇവിടെ വന്നിരിക്കുക. 10 മണിയായപ്പോൾ കയറി വന്നിട്ട് ഇവൻ്റെ അടുത്തേക്ക് എന്ത് പറയാനാ, ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാ. ഇനിയും നിന്നാൽ ലേറ്റ് ആവും. ഇവന്മാരെ ഇനി കൊണ്ടുവന്ന് ഈ വണ്ടിക്കകത്തുനിന്ന് നിന്റെ അച്ഛൻ ഈ ചാറ്റിലില്ല മോനെ. നിന്റെ അച്ഛൻ ഈ ചാറ്റിലില്ല. ഓ ഫാൽക്കണ്ട ശിങ്കടി ആയിരുന്നല്ലേ? ഓക്കെ 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 ഓക്കെ. കൊണ്ടുവന്ന് അവിടെ വിട്ടിട്ട് വേണം. കാരണം ഇവരുടെ വണ്ടി കൊണ്ട് വരത്തില്ലായിരുന്നു. അപ്പം ഇവന്മാരെ കൊണ്ട് ആദ്യം പാക്ക് ചെയ്ത് വിട്ടിട്ട് ഞങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ. സീരിയസ്ലി നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല. ഇവിടെ കിടന്ന് നീ വിളിക്കണ്ട. നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല. നിന്റെ അച്ഛൻ വേറെ ആരുടെയിലൊക്കെ ചാറ്റി കാണാം. അവിടെ പോയി കിടന്ന് വിളിക്ക്. പാക്ക് ചെയ്ത് വിടുവാണ്. സോ ഗൈസ് അവന്മാര് പോവാണ്. എടാ അപ്പൊ സ്നേഹിപ്പെ പോയിട്ട് വരാം. ബൈ ബൈ. സേവേ പോയിട്ട് വരാം. ബൈ ബൈടാ. പോയിട്ട് വരാം. ബൈ. പോയിട്ട് വരാം. എടാ പോയിട്ട് ബൈ 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 ബൈ. കാണാം നമുക്ക് അടുത്ത. ഇന്ന് കുറച്ച് ടൈം പോയി. പോയി അവിടെ അപ്പൊ നോക്കി സേഫായിട്ട് പോയിട്ട് കേട്ടോ. ഞാനും അവന് കാണാൻ എത്തിയില്ലെങ്കിൽ ഷോകോ. അപ്പോൾ ബൈ. ടാറ്റ ടാറ്റ ടാറ്റ. ഓക്കെ ഓക്കെടാ ബൈ. സോ ചെയ്തപ്പം നമ്മുടെ ട്രിപ്പൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. അവസാനിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് എങ്ങനെയോ വന്ന അതുപോലെ ഞാൻ ഡ്രസ്സ് എടുത്ത്. കാരണം നമ്മളൊരു ട്രിപ്പ് ജസ്റ്റ് റൈഡിന് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള പ്ലാനായിരുന്നു. സ്റ്റേ തന്നെ രണ്ടാമത് ഇവർ ടി വിയിൽ എല്ലാവരും കൂടെ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റേ ഉറപ്പിച്ചത്. എല്ലാം ലാസ്റ്റ് മിനിറ്റ് പ്ലാനായിരുന്നു. അപ്പോൾ ഡ്രസ്സും വേറെ ഒന്നുമില്ല. ഇനി ഇവിടെ പോസ്റ്റ് ആവും. പിന്നെ പോകാമെന്ന് വിചാരിച്ചു. കണ്ണൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവൻ അവരുടെ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അപ്പം അവനും പോകണം. അപ്പോൾ എന്നാൽ അത് നടക്കത്തില്ല. അപ്പോൾ എന്തായാലും ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അടുത്തൊരു ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു അടുത്തൊരു വ്ളോഗ് ഞാനൊരു ടീമിനെ വെച്ച് ചെയ്യുന്നത്. ആ വ്ളോഗ് അല്ല ഇത് ശരിക്കും. ഇത് ഞാൻ തന്നെ എടുത്തതാണ് ഇതിൻ്റെ വിഷ്വൽസ് എല്ലാം. അപ്പോൾ അടുത്തൊരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കിടില സാധനമായിരിക്കും. അത് മിസ് ചെയ്യരുത്. ആൻഡ് അതൊരു ഞാൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വേണം കിടിലം വ്ളോഗായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പം ബൈ. ഈഗിൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ. പിസിയുടെ ഇതായിരിക്കും അല്ലേ? പിസിയുടെ അതോ ഇനി ഓഫ് റോഡ് തന്നെയാണോ? ഹലോ. അലീനയുടെ വ്ളോഗ്. എന്റെ വ്ളോഗിനെ പറ്റി